ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഒരു ചെറിയ കാര്യം പറയാനായിട്ട് വന്നതാണ്. വേറൊന്നുമല്ല, സംഗതി എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഹണി റോസിൻ്റെ പ്രശ്നം കാണുന്നുണ്ടല്ലോ. അതായത് ഹണി റോസ് കേസ് കൊടുത്ത് ദിവസങ്ങൾക്കകം തന്നെ അറസ്റ്റും ഉണ്ടായി. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബോഡി ഷേമിങ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അതായത് ഈ സൈബർ സെല്ലിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാടധികം വരുന്നുണ്ട്. ദിവസവും ഒട്ടനവധി കേസുകളാണ് സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഈ ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും വളരെ കുറച്ച് കേസുകൾ മാത്രമാണ് അന്വേഷിച്ച് അവർ കണ്ടെത്തുന്നത്. അതിലൊന്നാണ് ഈ ഹണി റോസിൻ്റെ പ്രശ്നം. ഇത് ഹണി റോസിൻ്റെ പ്രശ്നത്തിൽ ഇത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ആ ഒരു സ്റ്റാറ്റസും അവരുടെ ആ ഒരു പദവിയും കണ്ടു തന്നെയാണ്. കാരണം ഒരു ഫിലിം ആക്ടേഴ്സാണ്, അതുപോലെ തന്നെ ഒരു VIP ആണ്, ഒരു സെലിബ്രിറ്റിയാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സർക്കാരിനെയും അതുപോലെ തന്നെ നമ്മുടെ നിയമപാലകർക്കും ഒക്കെ പെട്ടെന്ന് അത് എന്താ പറയുക അന്വേഷിക്കാനുള്ളൊരു ത്വര വരാറുണ്ട്. നമ്മളത് പലരിലും കാണാറുണ്ട്. എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നം, അതായത് ഒരു സെലിബ്രിറ്റിക്കോ അല്ലെങ്കിൽ ഒരു VIPക്കോ അതല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ ആക്ഷൻ എടുക്കാറുണ്ട്. നമ്മളത് സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ സാധാരണക്കാർ എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുക്കാറുണ്ട് ആ കേസിൻ്റെ എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും എത്താൻ വേണ്ടിയിട്ട്. അത് ചെയ്ത വ്യക്തി ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പോലും ഒരുപാടധികം സമയം എടുക്കാറുണ്ട്. ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളൊക്കെ എടുക്കാറുണ്ട് ആ ഒരു കാര്യത്തിൽ തന്നെ. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തിനാ ഇത് ഇങ്ങനെ വന്നിരുന്ന് പറയുന്നതെന്ന്. ഒരു 1.5 കൊല്ലത്തിന് മുൻപ് സൈബർ സെല്ലിൽ ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 1.5 കൊല്ലത്തിന് മുമ്പ്. അത് ഇൻസ്റ്റഗ്രാം നമ്മൾ തുടങ്ങിയിട്ട്, ആ സമയത്ത് നമ്മൾ യൂട്യൂബൊന്നും തുടങ്ങിയിട്ടില്ല 1.5 കൊല്ലത്തിന് മുൻപ്. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടും ഏകദേശം 1.5 കൊല്ലം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുള്ളായിരുന്നു. നമ്മൾ യൂട്യൂബൊന്നും ആ സമയത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും വീഡിയോസൊന്നും അങ്ങനെ ഇടുന്നില്ല. യൂട്യൂബ് ഉണ്ടായിരുന്നു, വീഡിയോസൊന്നും ഇടാറില്ല. ജസ്റ്റ് ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഇൻസ്റ്റഗ്രാം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് വന്നിരുന്ന കുറച്ച് കമൻറ്റുകളാണ്. ഒരു വ്യക്തി നൈറ്റ് റൈഡർ 20.2.2 എന്നായിരുന്നു ആ ID-യുടെ അന്നത്തെ പേര്. ഇന്ന് ആ ID ഉണ്ടോ എനിക്കറിയില്ല, പേര് വല്ലതും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരൻ്റെ പ്രൊഫൈലൊക്കെ അന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, ID-യും കാര്യങ്ങളും, പുള്ളിക്കാരൻ ഏത് സ്ഥലക്കാരനാണെന്നൊക്കെ എടുത്തിട്ട് ഞങ്ങളന്ന് സൈബർ സെല്ലിൽ ഓൺലൈനായിട്ടായിരുന്നു ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തത്. കാരണം ആ സമയത്ത് ഡോറയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രഗ്നൻസി സ്റ്റാർട്ടായ സമയത്ത്, അന്നേരം നമ്മുടെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ഒരു മൈൻഡിൽ നമ്മളിരിക്കുന്ന ആ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കമൻറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലെ ആ സമയത്തൊന്നും വീട്ടിലാരുമില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഡോറയെ നോക്കാനായിട്ട്. അപ്പം ഡോറയെ തനിച്ചാക്കിയിട്ട് അങ്ങോട്ടേലൊക്കെ പോകാനായിട്ട് എനിക്ക് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്, പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനൊന്നും പറ്റത്തില്ല, കാരണം വീണ് കഴിഞ്ഞിടയ്ക്ക് എഴുന്നേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് എങ്ങോട്ടും പോകാറൊന്നുമില്ലായിരുന്നു. അപ്പം നമുക്ക് ആ സമയത്ത് ഞാൻ ഒത്തിരി അന്വേഷിച്ച സമയത്ത് കൊല്ലത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാൻ വിളിച്ച് തിരക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, ഓൺലൈനായിട്ട് അപേക്ഷിച്ചാൽ മതി, നിങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷിച്ചാൽ മതി, കേസ് എടുക്കും, അതിനുള്ള കാര്യങ്ങളൊക്കെ അന്നേരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ പോലീസിനെ വിളിച്ച് അന്വേഷിച്ച് അവരെനിക്കൊരു നമ്പർ തന്നു. അങ്ങനെ ഞാൻ ആ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഓൺലൈനായിട്ട് ആദ്യമേ കേസ് രജിസ്റ്റർ ചെയ്തു. എനിക്ക് അതിനുള്ള ID ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തു. നമ്മുടെ ആ സ്ക്രീൻഷോട്ട് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേസ് രജിസ്റ്ററായി കഴിഞ്ഞപ്പോഴത്തെ എന്നെ അവിടുന്ന് സൈബർ സെല്ലിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു നമ്പർ തന്നു. ആ നമ്പറിലേക്ക് ആ സ്ക്രീൻഷോട്ടിൻ്റെ ഇത് ഒന്നും കൂടെ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ പഴയ ഫോണിലായിരുന്നു കേട്ടോ. എൻ്റെ ഫോൺ ഡിസ്പ്ലേ പൊട്ടിയൊക്കെ പോയി, ആ ഫോൺ ഇനി ശരിയാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഫോണിലായിരുന്നു അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഫോണിലായിരുന്നു. അപ്പം ആ കേസ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് 1.5 കൊല്ലത്തോളമായി. ആ വ്യക്തി ആരാണെന്ന് നമുക്കറിയാം. ആ വ്യക്തിയുടെ ID-യും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ഫോട്ടോ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടും ഞങ്ങളുടെ കേസ് എങ്ങും എത്തിയില്ല. ഈ ഫേക്ക് പ്രൊഫൈൽ അല്ലായിരുന്നു, ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് വന്ന ആയിട്ട് ഒരു കമൻറ്റ്. അത് ഞാൻ ജസ്റ്റ് ആ ഒരു കമൻറ്റ് ഒന്ന് വായിക്കാം. എന്നെ മോന്തയാടെ, ഇതൊക്കെ തെരുവ് പട്ടിക്ക് ഉണ്ടായതാണോ ഈ പെണ്ണ്? ഇന്നും ഞങ്ങൾ ഈ സ്ക്രീൻഷോട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനെതിരെ ഞാൻ തിരിച്ച് പ്രതികരിച്ച സമയത്ത് അതിനേക്കാളും ഭയങ്കര വൾഗറായിട്ടുള്ള കുറേ കമൻറ്റുകൾ വീണ്ടും അയാൾ ഇട്ടുകൊണ്ടേയിരുന്നു. അന്ന് ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഈ കമൻറ്റിന് എതിരെ ഒരുപാട് പേര് പ്രതികരിച്ചായിരുന്നു. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഈ നിമിഷം വരെ, ഇപ്പോൾ 1.5 കൊല്ലത്തോളം ആകാറായി ഞങ്ങൾ ഈ കേസ് കൊടുത്തിട്ട്, ഈ നിമിഷം വരെ അതിനെക്കുറിച്ചുള്ളൊരു കാര്യങ്ങളും മുൻപോട്ട് പോയിട്ടില്ല. ഞാൻ അതിനുശേഷം ആ വാട്സപ്പ് ആ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് കോൾ ചെയ്ത സമയത്ത് 2 വട്ടം ഞാൻ കോൾ ചെയ്തു, ബെല്ലടിച്ച് നിന്നല്ലാതെ കോൾ എടുത്തിട്ടില്ല.
ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. എന്നാൽ എനിക്ക് ആ സാറിൻ്റെ എന്നെ കോൺടാക്ട് ചെയ്ത സാറിൻ്റെ പേര് എനിക്കറിയായിരുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ സാറിൻ്റെ വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മെസ്സേജ് അയച്ചിട്ടും അതിന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഡേവിഡ് സെബാസ്റ്റ്യൻ എന്നാണ്, എൻ്റെ വൈഫിനെ ഇങ്ങനെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടായിരുന്നു, ഇത്രയും നാളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ കംപ്ലയിൻ്റ് ആവുന്നതിന് ഏകദേശം ഒരു ഡെലിവറിയൊക്കെ നടക്കുന്നതിന് മുമ്പ്, ഡോറയ്ക്ക് ഡെലിവറിയൊക്കെ നടക്കുന്നതിന് മുൻപ് ഞാൻ ഒന്നും കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു അറിവും അവിടെ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. ഇത് ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹണി റോസിൻ്റെ പ്രശ്നത്തിന് ശേഷം അന്നേരം എനിക്കിത് അങ്ങനെ അത്രയും വലിയ ഇതായി തോന്നിയില്ല, എനിക്ക് മനസ്സിലൊന്നും തട്ടിയില്ല. ഹണി റോസിൻ്റെ പ്രശ്നത്തിന് ശേഷം നിഷ എന്നാണെന്ന് തോന്നുന്നു ഒരു യൂട്യൂബർ കൂടുതൽ ലൈവൊക്കെ ഇടുന്നതാണ്. അപ്പം അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും അവരുടെ പെൺമക്കളെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഹണി റോസിൻ്റെ കേസ് ഫയൽ ചെയ്യുന്നതിന് മുൻപേ അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരൊരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇന്നലെയാണ് കാണുന്നത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ശരിയാണല്ലോ, ഞങ്ങളും കേസ് കൊടുത്തിട്ട് ഇത്രയും നാളായി, ഇപ്പം 1.5 കൊല്ലമായി, ഈ നിമിഷം വരെ ആ കേസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിലും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പോലും ഞങ്ങൾ അവർ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. ഈ 1.5 കൊല്ലമായി ഇതുവരെയും ഞങ്ങളെ തിരിച്ചവർ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം, അതായത് ആളറിയാൻ വയ്യാത്തൊരു വ്യക്തിയൊന്നുമല്ല, ആളറിയാവുന്ന വ്യക്തിയാണ്. അവരുടെ സകല ഡീറ്റെയിലും നമ്മൾ കൊടുത്തതാണ്. അവരുടെ സകല കാര്യങ്ങളും നമ്മൾ സൈബർ സെല്ലിൽ കോൺടാക്റ്റ് ചെയ്ത സാറിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു നീതിയും ലഭിച്ചിട്ടില്ല. നമ്മൾ ഈ കേസ് കൊടുത്തിട്ടൊരു അംഗപരിമിതയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഇത്രയും മോശമായിട്ട് ആക്ഷേപിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഈ നിമിഷം വരെയും ഒരാളും നമ്മൾ അവിടെ നിന്ന് സൈബർ സെല്ലിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടില്ല. 1.5 കൊല്ലമായി. അതായത് ഞങ്ങൾ കൂടുതലും കേസ് കൊടുക്കില്ലായിരുന്നു. ഈ ഒരു കമൻറ്റ് വെച്ചിട്ടല്ല ഞങ്ങൾ സത്യത്തിൽ കേസ് കൊടുത്തത്. ഞങ്ങൾ കേസ് കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി. കോൺടാക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾക്ക് ഞങ്ങൾ തിരിച്ച് കമൻറ്റ് ഇട്ട സമയത്ത് ഭയങ്കര റോങ് ആയിട്ട് ഇയാൾ കമൻറ്റ് ഇട്ടു. അപ്പോൾ ഇയാളുടെ വൈഫിൻ്റെ ഐ ഡി എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, അശ്വതി ആണെങ്കിൽ ഡോറയാണെങ്കിൽ അയാളുടെ വൈഫിന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്തിനാ അങ്ങനെ പറഞ്ഞത്, എൻ്റെ മുഖം കണ്ടിട്ട് അങ്ങനെയാണോ തോന്നുന്നത്, എന്നെ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചുകൊണ്ട് ഡോറ അവരുടെ വൈഫിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി ആദ്യം പറഞ്ഞു എനിക്കറിയില്ല, ഞാനൊന്ന് തിരക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. അതിനുശേഷം വൈകിട്ടായിട്ടും നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടാതായപ്പം വീണ്ടും ഡോറ അങ്ങോട്ട് മെസ്സേജ് ചോദിച്ചു, തിരക്കിയായിരുന്നോ, എന്താ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താ എന്ന് ചോദിച്ചു. അതുപോലെ പറഞ്ഞു ആ കമൻ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറയുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു കമൻറ്റ് ഡിലീറ്റ് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞിട്ട് കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വാട്സപ്പിൽ മെസ്സേജ് വരാൻ തുടങ്ങി. വാട്സപ്പിലല്ല, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരാൻ തുടങ്ങി. ഇങ്ങനെ പണത്തിൻ്റെ പിറകെ പോകരുത്, അന്തസ്സായിട്ട് ജോലിയെടുത്ത് ജീവിക്കാൻ പഠിക്കണം, മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്താണോ പൈസ തട്ടുന്നത്, എൻ്റെ ഭർത്താവ് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞേക്കുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെയാണ് ഫോൺ കിട്ടിയത്, ഇന്നലെ രാത്രി കളഞ്ഞു പോയി ഫോൺ, ഇന്ന് രാവിലെയാണ് ഫോൺ കിട്ടിയത്, അപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്, എൻ്റെ ഭർത്താവല്ല കമൻ്റ് ഇട്ടത്, പിന്നെ പൈസ വേണമെങ്കിൽ അന്തസ്സായിട്ട് വാ തുറന്ന് പറയണം, അല്ലാതെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയല്ല പൈസ തട്ടാൻ ശ്രമിക്കേണ്ടത്, നിങ്ങൾ ഹണി ട്രാപ്പുമായിട്ട് നടക്കുകയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ കുറേ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഡോറയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അന്നേരം ഞാൻ ഈ മെസ്സേജ് കണ്ടിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു, സംഗതി നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന കാര്യമാണ്, അപ്പോൾ നമ്മളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുള്ളൂ, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ പൈസ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കമൻറ്റ് എന്തിനാണ് ഇട്ടത്, കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഡിലീറ്റ് ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, അതിനാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ ഭയങ്കര റോങ് ആയിട്ടാണ് അവർ അത് മെസ്സേജ് അയച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടെല്ലാം ആ സമയത്ത് ഉണ്ടായിരുന്നു ഫോണിൽ, ഞങ്ങളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇത്രയും കൊല്ലമായില്ല, 1.5 കൊല്ലമായി, അതുപോലെ തന്നെ ഫോൺ കംപ്ലൈൻ്റ് ആയി പോയി. എന്തായാലും ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, അറിയില്ല. അങ്ങനെ ഇത്രയും ഞങ്ങളെ മോശമായിട്ട്, അതായത് ഞങ്ങൾ പൈസ തട്ടാൻ നടക്കുന്നവരാണ് എന്ന് ഞങ്ങളോട് അത്രയും വൾഗറായിട്ട് വൃത്തിയായിട്ട് രീതിയിൽ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങളതെല്ലാം വെച്ചിട്ട് കേസ് ഫയൽ ചെയ്തത്. പക്ഷേ സംഗതി ഫയൽ ചെയ്തിട്ടും പ്രത്യേകിച്ച് നമുക്കൊരു പ്രയോജനമില്ല. കുറച്ച് വിഷമം നമുക്കുണ്ടായി എന്നുള്ളതല്ലാതെ ഈ ചെയ്തവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് എനിക്ക് ഈ ഐഡിയയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഇന്ന് ഐഡിയ ഉണ്ടോയെന്ന് അറിയില്ല, ഇതുവരെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ഐഡിയയുടെ നിയമം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്ന റൈഡർ 20.2 എന്നായിരുന്നു ആ ഐഡിയയുടെ പേര്. ഇപ്പോൾ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഒരു ഡ്രൈവറായിരുന്നു പുള്ളിക്കാർ, ടാക്സി ഡ്രൈവറായിരുന്നു പുള്ളിക്കാരൻ ടാക്സി ഡ്രൈവറും, പുള്ളിക്കാരി ഹൗസ് വൈഫ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു, ഞാൻ പുള്ളിക്കാരുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തു തന്നെ ആയാലും എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, നമ്മൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വലിയ എന്താ പറയുന്നത് നിസ്സാര കാര്യമാണ്, വെറും നിസ്സാര കാര്യമില്ല. ഒരു കടലിൽ ഒരു മീൻ ചത്താൽ എങ്ങനെ ഇരിക്കും, ആ ഒരു തരത്തിലുള്ള നിസ്സാര കാര്യമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും പലപ്പോഴും ഉണ്ടാവുന്നത്.
അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. കാരണം സൈബർ സെല്ലിൽ നമുക്കറിയാം, സൈബർ സെല്ലിൽ ഒരുപാടധികം കേസുകൾ ഫയൽ ചെയ്യാറുണ്ട്. ഒട്ടനവധി കേസുകൾ സൈബർ സെല്ല് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കൂടുതലും വരുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും തന്നെയാണ് ഒരുപാടധികം കേസുകൾ വരുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സെലിബ്രിറ്റീസിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ VIPസിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആ കേസ് മാത്രം ഇവർ പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നത്? എനിക്കത് മനസ്സിലാവുന്നത്. സാധാരണക്കാർക്കും ഈ VIPസിനും സെലിബ്രിറ്റീസിനും തമ്മിലുള്ള വ്യത്യാസം എന്താ? എല്ലാവരും മനുഷ്യർ തന്നെയായിരിക്കും. അവർക്കും നമുക്ക് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങളുണ്ടോ? പെട്ടെന്ന് അവരെ ആണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അത് അത്രയും ഗവനിക്കാതെ അത്രയും കാര്യമാക്കാതെ നിസ്സാരമായിട്ട് വിട്ടുകളയാറുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഒന്ന് സത്യം പറഞ്ഞാൽ നമുക്കുണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ച് പറയണം തോന്നി. സത്യത്തിൽ ഈ സൈബർ സെല്ലിൽ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പലപ്പോഴും എന്താ പറയുക, ബോഡി ഷെയ്മിങ് ആണെങ്കിലും അതല്ലാതെ ആക്ഷേപം പറച്ചിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വേണ്ടത്ര രീതിയിൽ സീരിയസ് ആയിട്ട് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണെങ്കിലും അതല്ല ഒരു ഒറിജിനൽ ഐഡിയിൽ നിന്നാണെങ്കിൽ പോലും ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കേസ് എടുക്കാനായിട്ട് സാധിക്കും. മാനനഷ്ടത്തിനാണെങ്കിലും മറ്റെന്ത് കാര്യം പറഞ്ഞിട്ടാണെങ്കിലും, ബുള്ളിങ് പറഞ്ഞിട്ടാണ്, ഹറാസ്മെൻറ്റ് പറഞ്ഞിട്ടാണെങ്കിലും കേസ് എടുക്കാൻ നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ നിയമമുണ്ട്. പക്ഷേ പലപ്പോഴും ആ നിയമം എവിടെയും പാലിക്കപ്പെടാറില്ല. വളരെ കുറച്ച് പേരിൽ മാത്രമാണ്. ഒരു മന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്ക് കംപ്ലൈൻ്റ് ആയ ഉടനെ മൈക്കിനെ അറസ്റ്റ് ചെയ്യാറുണ്ട്. മൈക്കിനെ കസ്റ്റഡിയിലെടുത്തിട്ട് അതിൻ്റെ എന്താണെന്നുള്ളത് അന്വേഷിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന അത്രയും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇത്രയും തീവ്രമായിട്ട് അന്വേഷിക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അവർ മന്ദഗതിയിലായി പോകാറുണ്ട്. ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എനിക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി. ഇതിൻ്റെ പിന്നിൽ എന്ത് വരുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതൊന്ന് പറയണം തോന്നി. കാരണം നമ്മൾ സാധാരണക്കാർക്ക് പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യം. അതിലൊരു വിക്റ്റമാണ് ഞങ്ങളും. ഞാൻ ആ ലേഡി, ആ ഒരു യൂട്യൂബർ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും ഈ സെയിം അനുഭവമാണല്ലോ ഉണ്ടായതെന്ന് എനിക്ക് തോന്നി. അതൊന്നും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നാളായിട്ട് വരുന്നൊരു കമൻറ്റാണ്, ഡോറയോട് വെറുപ്പാണ് പലർക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് മാത്രം വായിക്കാം. എന്ത് ഡോറ, പോകാൻ പറ, എനിക്കിഷ്ടമില്ല. ഇയാൾക്ക് വട്ടുണ്ടോ എന്തിനാ ഇതിനെ കെട്ടാൻ? കൂടെ കിടത്താൻ സമ്മതിച്ച് തന്നെ കണ്ടാലും ഒരു ക്ലീനില്ല. നല്ല ലുക്കുള്ള പെണ്ണിനെ കിട്ടിയില്ലേ? ഇയാൾക്ക് നോക്കിയിട്ടൊരു പ്രോബ്ലം ഇയാൾക്കില്ല. വട്ട് തന്നെ. ലൈക്ക് കിട്ടാനും പബ്ലിസിറ്റിക്കും ആയിട്ട് കല്യാണം. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പം വരുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ഡോറയുടെ ആ ഒരു രീതിയിൽ ഡോറയെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ച് നാളായിട്ട് ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇവരുടെയൊക്കെ മൈൻഡിൽ എന്താണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് പുച്ഛമാണ് തോന്നുന്നത്. അതായത് ഇത്തരത്തിലുള്ള ആൾക്കാരെന്തെങ്കിലും ഇപ്പോൾ കമൻറ്റ് ഇടുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആക്കിയാണ് വിടാറുള്ളത്. എന്താ പറയുക, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഊക്കി വിടാറെന്ന് പറയത്തില്ലേ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റ് കാണുമ്പോൾ ഊക്കിയാണ് വിടാറുള്ളത്. കാരണം വെച്ചാൽ ഇതിനൊന്നും കൊടുക്കേണ്ട ഒരു മറുപടി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരോട് ഒരു കാര്യം പറയാം. ഒരുപാട് അഹങ്കരിച്ച് നമുക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് അഹങ്കരിച്ച് നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പടിയിൽ നിന്ന് തെന്നി വീണാൽ മതി നിലത്തോട്ട്. ആ വീഴുന്ന വീഴ്ച മുഖമിടിച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. വലിയ ഗ്ലാമറുള്ളവരൊന്നും വലിയ സൗകര്യത്തിലും സന്തോഷത്തോടൊന്നും അല്ല കഴിയുന്നത്. പണത്തിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നവർക്കാണെങ്കിൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊള്ളാം. നാം എന്താണെന്ന്, നമ്മളെന്താണെന്ന്, നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാനെന്തോ തികഞ്ഞാണ്, മറ്റുള്ളവരാണ് എല്ലാം മോശം തികഞ്ഞവരാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർക്കൊന്നും അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് വട്ടുകേസാണോ, ഞാൻ വട്ടുകേസ് ആയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവളിൽ പ്രത്യേകിച്ച് കുറവുകളും കുറ്റങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുകളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യം. അതല്ലാതെ പ്രത്യേകിച്ച് ശരീരത്തിലോ സൗന്ദര്യത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പെണ്ണ് ചെയ്യേണ്ട രീതിയിലുള്ള ജോലിയും കാര്യങ്ങളെല്ലാം ഡോറയും ചെയ്യാറുണ്ട്. ചിലപ്പം ബുദ്ധിമുട്ട് വരാറുണ്ട്, പ്രശ്നങ്ങൾ വരാറുണ്ട്, ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാറുണ്ട്. ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയുന്നതാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകളുണ്ട്, അതുകൊണ്ട് അവർ സ്ത്രീകളല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഒരു സ്ത്രീക്ക് കഴിയുന്ന എല്ലാം തന്നെ ഡോറ ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചിട്ടുണ്ട്, ഒരു ഭർത്താവിനെ നോക്കേണ്ട കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, ഒരു കുഞ്ഞിനെ നോക്കേണ്ട കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, ഒരു മകളായിട്ട് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഒരു മരുമകളായിട്ട് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു സ്ത്രീ എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ടോ അതെല്ലാം അവൾ ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്തിട്ടുണ്ട്, ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഡോറയ്ക്കല്ല കുഴപ്പം, കാണുന്ന നിങ്ങളുടെ കണ്ണിനും മനസ്സിനാണ് കുഴപ്പം. അതത്രയേ ഉള്ളൂ. ആ രീതിയിലേ അത് ഞങ്ങളും കാണുന്നുള്ളൂ. അത്രയും വിവരമില്ലാത്തവരടുത്ത് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറയണം തോന്നുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും
ബൈ.